ഞാൻ 4-5 വട്ടം പെണ്ണ് കാണാൻ പോയി. അപ്പോൾ നാട്ടിൽ ഞാൻ കുറേ അന്വേഷിച്ചു. പിന്നെ പെണ്ണങ്ങനെ നമ്മൾ ജോലി ബസ്സിലാണ്, ഗവൺമെന്റ് ജോലിക്കെല്ലാം കുറച്ച് കൂടുതൽ ഇതില്ല. കാരണം അത്ര വിഷമമുണ്ടായിരുന്നു. അത് നമ്മൾ അധ്വാനിച്ച് നാട്ടിലൊരു ബസ് പണിയിൽ എടുത്തൊരു വീടുള്ള എടുത്തൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് പെൺകുട്ടികളൊക്കെ അതോ നമുക്ക് ഓരോ വീട്ടിലെല്ലാം കയറ്റി പെണ്ണാലോചിച്ചിട്ട് വരുമ്പോൾ എൻ്റെ പണി അത് കാണുന്നവരാരും പെണ്ണാലോചിച്ച് പോകുന്നുണ്ട്. അവർക്കറിയാം എൻ്റെ വിഷമം. ഞാനിങ്ങനെ യാത്ര പോയിരുന്നു. ആ പോയ സമയത്തെല്ലാം എന്നെ മെസ്സേജ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി. എന്നെ ഇവളെ പറ്റി പറഞ്ഞു. പക്ഷേ നല്ല പെണ്ണാണ്, പക്ഷേ അവർ അയക്കൂല നാട്ടിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നോക്കുമ്പോൾ കണക്കിന് പറയാൻ കിട്ടുന്നില്ല. ഞാൻ പെണ്ണാണ് അവർ പറഞ്ഞു ഇങ്ങനെ അയക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഇരുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല പറഞ്ഞു. ഇനി ഇടത്തേക്ക് പെണ്ണാണ് വരുന്നില്ല, ഇത് ലാസ്റ്റ് ഫൈനലാണ്. ശരിക്കും നമ്മളതല്ലേ നമ്മൾ പറയണ്ടേ, മറ്റുള്ളവരെല്ലാം പറയാനവരില്ലേ, നമ്മളത് പറയാന്നല്ലേ. എങ്ങനെ ബിജു ചേട്ടനും ചേച്ചി അറിയാം? അല്ല, അവളെന്നെ പറഞ്ഞതല്ലേ പറഞ്ഞേ. ഞാൻ അങ്ങനെയൊന്നും ഞങ്ങൾ ശരിക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നോ? അല്ല, വിഷമിക്കാനല്ല, നമ്മളെ കണ്ടാൽ തന്നെ അറിയില്ലേ. ഞാൻ വെയിറ്റ് ചെയ്തോ ഒരു വർഷം കാത്ത് വേറെ പെണ്ണിട്ടുണ്ട്. അന്നേരം ഞാൻ കുറേ കഥ എഴുതിന് കേട്ടോ. ആ കഥയെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, ആ ഒരു സിനിമ വരെ ഇറങ്ങി എൻ്റെ കേട്ടോ. അഭിനയിക്കാൻ ഇഷ്ടമല്ല, നമുക്ക് ഷോർട്സ് എടുത്തുന്നത്. കടലക്ക ഇട്ടിട്ട് സാമ്പാർ വെക്കോ, ചെറുപയറിട്ടിട്ട് സാമ്പാർ വെക്കോ, പരിപ്പിട്ടിട്ട് സാമ്പാർ വെക്കോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാർ കടലക്ക സാമ്പാർ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. കന്നഡയൊക്കെ അറിയോ? ഇല്ല. എന്താ ചേച്ചി പഠിപ്പിക്കാത്ത? അവളെ മറന്നുപോയി. മലയാളത്തിന്റെ പുത്രി ആയിപ്പോ. ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞേ. ശരിക്കും ഈ ഒരു യൂട്യൂബ് തുടങ്ങാൻ ആരാണ് ശരിക്കും പറഞ്ഞത്? തുടങ്ങിയാൽ കൊള്ളാന്ന് ആരാ പറഞ്ഞ? ചേച്ചിയാണോ അമ്മയാണോ? എനിക്ക് തോന്നുന്നു അനുമോളെ ഇതിൽ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? അനുമോള് ഉണ്ടായിരുന്നു, ഓള് വൈകുന്നേരം വീട്ടിലേക്ക് പോയി. ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാല് നമ്മൾക്കിതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ ഒരു നാടകവും പരിപാടിയെല്ലാം ചെയ്യുന്നതാണ്. പ്ലാറ്റ്ഫോം ഇങ്ങനെ ഈ വീഡിയോ എല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായി. ഇപ്പോൾ അവരാണ്. പിന്നെ നമ്മളെ നാട്ടിലുള്ള ഞങ്ങളെ സുഹൃത്തായ ജിബി ഇങ്ങനെ ടിക്ടോക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ലാസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് നമ്മളെ ആരല്ല, റഷീദാണ്, നമ്മളെ സുഹൃത്ത് റഷീദ്. അവൻ ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തുടങ്ങിയത്. അവൻ ഫോൺ വാങ്ങി തന്നേരം നമുക്ക് ഫോൺ ഉണ്ടായിട്ടില്ല. കൊറോണ സമയത്ത് എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമല്ലേ. അപ്പോൾ അവനൊരു ഫോൺ മേടിച്ചെന്ന് ഞങ്ങൾ വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒന്നും എനിക്കറിയില്ലേനു. അപ്പോൾ അവൻ പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ജിഡി ഓൻ എല്ലാം പഠിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഓൻ ചെയ്ത് തന്നു, അപ്ലോഡ് ചെയ്തു. ഓൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യലേന് ആദ്യം. അപ്പോൾ ഇനിങ്ങനെ ഓരോന്നിങ്ങനെ തമ്പിലേനി. അപ്പോൾ നമ്മൾ ഈ പൈസ കിട്ടുന്ന ഇങ്ങനെല്ലാം പറയുന്നല്ലാണ്ട് നമ്മൾ ഈ ലൈക്കെല്ലാം അടിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ അത്ര പരിചയമില്ല. അന്നേരം ഈ യൂട്യൂബിനെ പറ്റി അറിയുന്നേ ഇല്ല. ഒരു 4-5 കൊല്ലം മുന്നേ, 4 കൊല്ലം മുന്നല്ലേ അതെ ആ സമയത്ത്. എന്നിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത് ശരിക്കും. പിന്നെ അതിനെപ്പറ്റി പഠിച്ച് അങ്ങനെ വരുമ്പോഴേക്ക് അപ്പോൾ അങ്ങനെയാണ് തുടങ്ങിയത്. റഷീദ് പുറത്താണ് ശരിക്കും ചാനൽ തുടങ്ങിയത്. നമ്മളെ കൂടെയുള്ള തന്നെയാണ്. ഇപ്പൊ നാട്ടിലുണ്ട്. അവനിപ്പോ ട്രിപ്പ് പോയിട്ടുള്ള. പുറത്തേക്ക് പോവാ അമ്മേനെ സംസാരിക്കാറൊക്കെ ഉണ്ടോ അമ്മ? ആ മോളെ, എന്തൊക്കെ വിശേഷം? നാടൻ വിശേഷം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും പോലത്തെ വിശേഷങ്ങളെല്ലാം ആടാ ഞാൻ പറയും. അത്ര കുറച്ച് കുറേ പേര് കണ്ടപാട് വേഗം വരും നമ്മുടെ വീട്ടിലെ പോലെ. അവർക്ക് നമ്മൾ ഇങ്ങനെ ഇപ്പൊ നമ്മള് കാണുമ്പോ നല്ല ഇതാണ്, ഇഷ്ടമാണ്. അവരെല്ലാവരും കാണുന്നില്ല. നമ്മളെ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ നമ്മളെ വീട്ടിലെ ആളെ പോലെ തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് ഒന്നും ഇതിൽ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒന്നും എടുക്കലില്ല. സാധാരണ നമ്മൾ പണ്ടേ വർത്താനം പറയും പോലെ തന്നെ കണ്ണൂർ ഭാഷ നമ്മളിപ്പോൾ പറയുന്നു. ഒരു കറി ആയാലോ ഒരു ചോറ് വെക്കുന്നതായാലും എല്ലാം തന്നെ. ഞാൻ ആദ്യമെല്ലാം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ് നിങ്ങൾ അങ്ങനെ വരില്ല, അധികം നമുക്കറിയില്ല ഈ വ്ളോഗിങ്ങൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് റഷീദും കുറേ വ്ളോഗ് അയച്ചാൽ ഇതുപോലെ വ്ളോഗും ചെയ്യാൻ പറ്റും. ഇടയ്ക്കുന്ന സ്ഥലമെല്ലാം കാണുമ്പോൾ ഇങ്ങനെ എന്തായാലും നമ്മൾ ഷോർട്ട് ഫിലിം എടുക്കല്. അപ്പോൾ അവൻ പറഞ്ഞ് ചില സമയത്ത് ചില സ്ഥലത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലവും കൂടി കാണിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ ഗൾഫിലെ സ്ഥലം കാണിക്കുന്നതെല്ലാം കാണിച്ചു തന്നെ ചാനലിലിട്ടെ. അങ്ങനെ ഞാനിത് അങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെല്ലാം അയക്കുന്നല്ലോ ഇങ്ങനെ വെമ്പയല്ല പറയുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ നോക്കി ആദ്യം. അപ്പോൾ നമ്മളൊപ്പം എല്ലാം പറയും ഇത് അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ പറയുന്നത് നമ്മളെ നാട്ടിലെ ഈ സ്ഥലത്തുള്ള ലാംഗ്വേജ് അല്ലേ. അപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും മനസ്സിലാക്കി ദൂരെയുള്ള പോലെ പറയണമെന്ന് ആദ്യം പറയുന്നുണ്ടായി. പക്ഷെ ഞാൻ കുറേ നോക്കിനെ. അങ്ങനെ ഞാനിങ്ങനെ യാത്ര പോയിരുന്നു. ആ പോയ സമയത്തെല്ലാം എന്നെ മെസ്സേജ് വിളിച്ചിട്ടുള്ള ചങ്ങന്മാരുടെ സുഹൃത്തുക്കൾ SLC ഗ്രൂപ്പ് എന്നെല്ലാം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി, വിജു ഒന്നും നമ്മളെ സ്പീഡ് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിട്ടില്ല,
അപ്പോൾ നമ്മളെ നാട്ടിലെ ഭാഷ ഇങ്ങനെ അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ഭാഷയിൽ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നോക്കുമ്പോൾ എനിക്കിനെ പറയാൻ കിട്ടുന്നില്ല. ഇത് ആലോചിക്കണോ, ഇത് അതെങ്ങനെയാ പറയുന്നത്, അങ്ങനെ ഓരോന്ന് പോലും ഞങ്ങൾക്ക് പറയാൻ കിട്ടില്ല. എന്നോട് റഷീദ് പറഞ്ഞ നേരം അതെല്ലാം പറയാൻ ആടെ ആളില്ലേ, നിൻ്റെ ആരാ പറയുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ അന്നേരമാണ് ശരിക്കും നമ്മളതല്ലേ നമ്മൾ പറയണ്ടേ, മറ്റുള്ളവരെല്ലാം പറയാൻ അവരില്ലേ, നമ്മളത് പറയാന്നല്ലേ. ശരിക്കും ആ ഒരു ഒറിജിനാലിറ്റി ആണ് അല്ലേ കാരണം ഇഷ്ടപ്പെടുന്ന പറയുന്നത്. കാരണം ഇപ്പോഴും 50 മില്യൺ ആയിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ആയപ്പോഴും എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ പോവാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ് കവി ചേച്ചി അമ്മയും ഇവിടെ? ഇവരിങ്ങനെയാണോ? ഇവരിങ്ങനെ പണ്ടേ ഇങ്ങനെയാ. അമ്മക്ക് 3 പെൺമക്കളാണ്. അപ്പൊ അതുപോലെ ഓളെ അമ്മ നമ്മളെ വീഡിയോയിലും മറ്റു കണ്ടിട്ടുണ്ടാവും. അതെന്ന് പറഞ്ഞാൽ വേറെ നമ്മളെ അമ്മേനെ പോലെ വേറൊരു ഭയങ്കര ഇതാണ്. അപ്പൊ അവര് എല്ലാരും അങ്ങനെ കേട്ടോ, അവരെ വീട്ടുകാരെല്ലാരും അങ്ങനെയാണ്. പിന്നെ നമ്മളെ നാട്ടിലുള്ള എല്ലാ അമ്മമാരും നമ്മളെ ചങ്ങായിമാരും എല്ലാവരും അവൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. എൻ്റെ അമ്മ എന്നില്ല, എല്ലാവരും ഒരു എങ്ങനെ തന്നെ ഉള്ള എല്ലാവരും ഇങ്ങനെ മക്കള് നമ്മളെ ഈ ദൂരത്തെല്ലാം ശരിക്കും ഈ ടി വിയിലും സിനിമയിലെല്ലാം ഈ അമ്മ അങ്ങനെ കുഴപ്പമെല്ലാം കാണല്. നമ്മളെ അങ്ങനെയൊന്നും അധികം അങ്ങനെ നമ്മളെ ചേച്ചിമാർ പേർക്കായാലും അതിനോ അങ്ങനെ തന്നെ ഉള്ളത് സാധാരണയുള്ള അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലേ ശരിക്കും. എന്റെ വീഡിയോയിലും അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോയിലൊക്കെ ചില അമ്മ ക്രൂരത കാണിക്കാനൊന്ന് ഉണ്ടല്ലോ, ചില വീഡിയോസ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ്. പക്ഷെ അത് കാണുമ്പോ തന്നെ എല്ലാരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വിഷമിച്ചൊക്കെ പറയും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കമന്റ്സ് ഉണ്ട്. ശരിക്കും അത് ഇഷ്ടം കൊണ്ടല്ല അമ്മ എങ്ങനെ പറയുന്നത് ആണ്. അതങ്ങനെ പറയേണ്ടത് കൊണ്ട് അങ്ങനെ പറയുന്നു, അത്ര മാത്രം. ചില വീഡിയോ ചെയ്യുമ്പോ അത് ഒരു കഥയല്ലേ. അതെ, ഞാൻ പറയും എടാ ജനങ്ങൾ എന്തെങ്കിലും വിചാരിക്കൂലേ എന്ന് പറയൂ. അങ്ങനെ അമ്മ ഈ അടിക്കുന്നതിലുണ്ടാവില്ലേ വീഡിയോ കോൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ പറയും അമ്മ എന്തിനും അങ്ങനെ ചെയ്യണോനെ ഞാൻ ചെയ്യൂല അത് ജനങ്ങള് കണ്ടിട്ട്. നമുക്കൊരു സിനിമക്ക് എന്നെ പറയാ ചാക്കോച്ചന്റെ ഒരു സിനിമയില് നമ്മള് പോയിനേനു, എനിക്ക് പറയാൻ കുറച്ച് കഴിഞ്ഞത്. അപ്പൊ അവര് നല്ല റോളാ സ്റ്റാർട്ടിങ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ചീത്ത വിളിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അമ്മ അത് പറയണ്ട. അപ്പോൾ ചീത്ത അങ്ങനെ വിളിക്കുന്ന സീനുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇത് പറയില്ല, നമുക്ക് ആ ഫുൾ റോളായിട്ട്. അമ്മ പറഞ്ഞു ഇത് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മൾ വരുവായിരുന്നു നാട്ടിലേക്ക്. അത് പക്ഷേ നല്ല റോളാണ്, അത് അടിപൊളി. അത് പറയാൻ ചേച്ചി ഞാൻ കണ്ടു, അത് ഭയങ്കര അങ്ങനെയുള്ള ഒരു റോളായിരുന്നു. പക്ഷെ അത് അമ്മ പറഞ്ഞു അത് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, കുറച്ച് ചീത്തയെല്ലാം പറയണം. അപ്പൊ ഒരു കലമ്പുന്ന കേട്ടാ. അതുപോലെ അമ്മ വീട്ടിൽ നിന്ന് പറയില്ലേ ഇങ്ങനെ. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അത് സിനിമയിലാണ്. പിന്നെ അപ്പൊ പറഞ്ഞ അല്ല നമ്മളെ അത് പിന്നെ സിനിമയിലാണെങ്കിലും ഞാൻ അമ്മയത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞു. നമ്മളെ ആൾക്കാർ കാണുന്നത് നമ്മൾ യൂട്യൂബിൽ അങ്ങനെയുള്ള സിനിമ കാണാൻ പറ്റും ഇങ്ങനെയെല്ലാം പറയുന്നത്. അത് മാത്രമല്ല കുട്ടികളെല്ലാം കാണുന്നു. ആ സിനിമയിൽ അത് മോശമായിട്ടല്ല പറഞ്ഞത്. അവര് ഞാൻ സിനിമ കണ്ടപ്പോൾ അത് ഉണ്ടായിട്ടില്ല കേട്ടാ. സിനിമയിൽ അതൊന്നും ഉണ്ടായിട്ടില്ല, അവര് കട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. എന്താ പറയാനുള്ളത്? ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ ഋതുക്കുട്ടന് സ്കൂളില്? ഉണ്ട്. എത്ര ഫാൻസ് ഉണ്ട്? അതെനിക്ക് അറിയത്തില്ലേ, ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഋതുക്കുട്ടനടുത്ത് വന്ന് പറയുന്ന കാര്യം എന്താ എല്ലാരും നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട്? നമ്മൾ ഈ ഫാൻസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിലെ ചങ്ങായിമാർ പോലെ കാണുന്നവരല്ല, അവരെല്ലാം നമ്മളെ കാണുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ണൂരല്ലേ നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അല്ല അതാ ഫാൻസ് അല്ലത്, നമ്മൾ സാധാരണ യാത്ര പോണം നമ്മള്. അപ്പൊ നമ്മളവിടെ എത്തുമ്പോ എത്രയാ ഇവരെ പോലത്തെ കുഞ്ഞുകള് കുട്ടികള് കെട്ടി പിടിക്കുകയാ ഞങ്ങളെ മൊത്തം. അതത്ര ഇഷ്ടം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ പുറത്ത് പോയാൽ കുറെ ആള് നമ്മളെ വീഡിയോ കാണലുണ്ട്. സന്തോഷം അല്ലേ ചേട്ടാ? ആദ്യമായിട്ടൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴേ ഒരു സന്തോഷം ഉണ്ടായില്ലേ? നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെടുത്ത് വരുമ്പോ ഒരു സന്തോഷം ഉണ്ടാവില്ല? ആദ്യമല്ല ഇപ്പൊ സന്തോഷം തന്നെയാണ്. നമ്മളിപ്പോ ഇവിടെ നമ്മളെ വീടിനടുത്ത് വളവ് തന്നെ പാലുമണിക്കാണെങ്കിലും ഇരിപ്പോഴെ തന്നെ വണ്ടി വന്ന് നിർത്തിയിട്ട് വേഗം വന്ന് ഫോട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ആ ഒരു റോഡ് അങ്ങനെ വളവല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമുക്കൊരു പേടിയായല്ലോ. അവര് നിർത്തിയിട്ട് ബാക്കിൽ ഇങ്ങനെ റോഡല്ലായതുകൊണ്ട് വളഞ്ഞ സ്ഥലത്തല്ല റോഡ്. അപ്പൊ അവര് ഇങ്ങനെ വരുന്നത് നമുക്കൊരു ഇതല്ല, പേടിയാവും നമുക്ക് കാണുന്നതിന്റെ. അപ്പൊ അത്ര ആൾക്കാർ കണ്ടാലും നല്ല ഇതാ. അത് മാത്രല്ല നിങ്ങളുടെ രണ്ടൊരു സ്നേഹമാണ് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വിജയിക്കുന്നത്, ശരിയല്ലേ? അതെ, ആണ്. അമ്മ സമ്മതിച്ചു കേട്ടോ. അത് നമ്മളെല്ലാം സമ്മതിച്ചു. ഇവര് ഞാന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വിചാരിച്ചെന്ന് വെച്ചാല് നമ്മളെ അമ്മക്കും
അല്ല അവര് അമ്മ ആദ്യമേ പറയലുണ്ട് നമ്മളെ പൊതുവേ ഈ ഇങ്ങനെ നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടല്ലോ ജോലി, നമുക്ക് ജാതകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നമ്മളെ മക്കളെ പോലത്തെ ഒരു മോള് മതി, അതിനിപ്പോൾ നീ അങ്ങനത്തെ ഒന്നും നോക്കേണ്ട, ആദ്യമേ അത് അങ്ങനെ അത് ജാതിയോ മതോ അങ്ങനെയൊന്നും അല്ല അമ്മ അന്നേരേ പറഞ്ഞ. അപ്പം കീടപ്പോയാലും അങ്ങനെ കഴിക്കാൻ എങ്ങനെ വിചാരിച്ചു. അപ്പം നമ്മളെ നാട്ടിൽ കുറേ ഞാൻ നോക്കി, പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാ സ്ഥലം, പക്ഷെ എനിക്ക് ഇവിടെ അറിയാൻ ആദ്യമേ, അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അവരെ അമ്മ അവരെ അമ്മേനെ കണ്ടാൽ നമുക്കറിയാം അവരെ മോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം അമ്മേനെ കണ്ടാൽ അറിയാം അമ്മേൻ്റെ മോൾ എങ്ങനെയുണ്ട്, അതെങ്ങനെയാണ് എൻ്റെ ഇത് കിടപ്പ്. ഞാൻ വിചാരിക്കുന്നു അമ്മ വന്നിട്ടുണ്ട് മുണ്ടപ്പം തന്നെ എനിക്കറിയാം ഇത്. ഇനി എങ്ങനെ വിജയിച്ചേട്ടന് ചേച്ചി അറിയാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞിട്ടല്ലേ, അത് ഞാനിപ്പോ പറഞ്ഞിട്ട് കഴിഞ്ഞ അല്ലല്ല ഞാനൊക്കെ അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഞാൻ 4-5 വട്ടം പെണ്ണ് കാണാൻ പോയി കർണാടകത്തിൽ. നമ്മളെ നാട്ടിൻ്റെ അടുത്ത് 100 കിലോമീറ്റർ ഉണ്ട് പേട്ടക്ക്. അപ്പോൾ നാട്ടിൽ ഞാൻ കുറേ അന്വേഷിച്ചു. അന്നേരം പെണ്ണങ്ങനെ നമ്മൾ ജോലി ബസ്സിലാണ്, അപ്പോൾ ഗവൺമെൻറ് ജോലിക്കെല്ലാം കുറച്ച് കൂടുതൽ ഇതില്ല, അത് അവരവരെ വീട്ടുകാർ ഇഷ്ടപ്പം അവർക്ക് ആ ഒരു സമയനു. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ, ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു നമ്മളെ ചങ്ങായിമാരിലും കുറേ ആൾക്കാർ. അപ്പോൾ അന്നേരം ഞാൻ പേട്ടക്കീടെല്ലാം കുറേ അന്വേഷിച്ചു, എന്നിട്ടാണ് ഞാൻ പേട്ടക്കേക്ക് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ആടെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ 3-4 ഫസ്റ്റ് തന്നെ എന്നെ കണ്ടവരപ്പോൾ തന്നെ ഇവളെ പറ്റി പറഞ്ഞു, പക്ഷേ നല്ല പെണ്ണ, പക്ഷെ അവർ അയക്കൂല നാട്ടിലേക്ക് എന്ന് പറഞ്ഞ്. പിന്നെ അതൊക്കെ വിട്ടല്ലോ. പിന്നെ ഞാനൊരു 1-2 മാസം ഇങ്ങനെ 2-3 മാസം ഇങ്ങനെ പോയിക്കൊണ്ടേണ്ട്. ഒരു 5-8 വട്ടം ഞാൻ ഈ പെണ്ണാണ്, ഒരാഴ്ചക്ക് ഒരിക്കലേ പോവാം, 1.5 ആഴ്ച കൂടുമ്പോൾ അവർ വിളിക്കണമല്ലോ പെണ്ണുണ്ട് വേണ്ടി. അങ്ങനെ കാത്തിരുന്ന് പോകുമ്പോൾ ഇവളെ പറ്റി അന്നേരം പറഞ്ഞു. ഞാൻ ചോദിക്കൂ നമ്മൾ ആദ്യം പറഞ്ഞ പെണ്ണ്, അപ്പോൾ അതാ അയക്കൂല കേട്ടോ. അങ്ങനെ അന്നേരം ഇവളെ പറ്റി അവർക്ക് നല്ല അടുത്തറിയാം, അപ്പോൾ നല്ല പെണ്ണാന്ന്. പിന്നെ ഞാനിങ്ങനെ നമ്മളെ ഈ ഫോട്ടോയിലും കാണിച്ച് നമ്മളെ കഥയെല്ലാം പറഞ്ഞ് വർത്തമാനം പറയുമ്പോൾ ഒരു ദിവസം പോയപ്പോൾ തന്നെ അവർക്ക് തന്നെ ഭയങ്കര കാര്യമായി. അവരന്നേരം പറഞ്ഞു എനിക്ക് അടുത്താരം കൊണ്ടെങ്കിൽ ഞാൻ ബിജുവിന് കഴിച്ചേരേനു അങ്ങനെ പറയുന്നുണ്ടായി. അപ്പോൾ അവർക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഓളെ കഴിപ്പിക്കണം ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു എനിക്ക് അത് അവർ വിടും, അവർ സമ്മതിക്കില്ല, സമ്മതിച്ചാൽ നല്ല എന്നെല്ലാം പറഞ്ഞു. അത് നമ്മൾ വർത്തമാനം കേട്ടിട്ട് അങ്ങനെ അവർ വിചാരിച്ചാണ്. ലാസ്റ്റാണ് 7-8ാമത്തെ പ്രാവശ്യം ഞാൻ വന്നേരാന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓളെ കണ്ടിട്ട് വരാമെന്ന് എൻ്റെ ഓളെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എനിക്ക് കാണുക പോണ്ട്, ഓളെ പറ്റി ഓൾറെഡി എനിക്ക് അറിയുന്നു. അപ്പോൾ കാണാൻ പോയി. അപ്പോൾ ഓറ് പറഞ്ഞ് ഞാൻ കരക്കിക്ക നീ താഴെപ്പോടും, അവരെന്തായാലും അത്യാവശ്യം പെണ്ണുകുട്ടിയെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. അന്നേരം അവർ പറഞ്ഞിട്ടുണ്ടായി ഇവളെ വീട്ടിൽ അതിന് മുന്നേ അവർ കാണിച്ചു കൊടുത്ത ആൾ ശ്രീധരൻ ചോദിച്ചിട്ട് എന്തോ ചോദിച്ചുകൊണ്ട് ഏട്ടൻ ഓടിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ പിന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്നോട് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞില്ല, ഞാൻ അതിനെ അവർ പറഞ്ഞു കന്നഡയാണ് ഇവരെ സംസാരിക്കുന്നുണ്ടായത്, ഞാൻ പെണ്ണാണ്. അവർ പറഞ്ഞു ഇങ്ങനെ അയക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഇവർ രണ്ടാളും വിളിച്ചു. എല്ലാം ഇവിടെ നമ്മൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതല്ലോ, ഞാനത് വേഗം പറയാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. അവൾ പറയുമ്പോൾ കുറേ സമയം അയച്ചിട്ടാണ്. അങ്ങനെ വിളിച്ചു. ഇവർ ചന്തക്കം പോയതിന് അവർ വീട്ടിലേക്ക് വന്നിട്ട് ഞാനിങ്ങനെ ഇവരോട് സംസാരിച്ചു. പിന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല പറഞ്ഞു, ഇനി ഇടത്തേക്ക് പെണ്ണാണ് വരുന്നില്ല, ഇത് ലാസ്റ്റ് ഫൈനലാണ്. ഞാനിതൊരു കാര്യം പറയാം, നമ്മളെ നാട്ടിൽ നല്ല ആൺകുട്ടികളാണ്, പിന്നെ നിങ്ങൾ അങ്ങോട്ട് മോശമാണെന്ന് വിചാരിച്ചിട്ട് അയക്കാണ്ടിരിക്കണ്ട, നല്ല കുട്ടികളുണ്ട്, നിങ്ങൾ നേരിട്ട് വന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഞാനിവിടെ വന്നത് നമ്മളങ്ങനെ ഇതായിട്ടല്ല, നമ്മളെ നാട്ടിൽ പെൺകുട്ടികൾ ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ കുറേ ഞാൻ അന്വേഷിച്ച് നോക്കി, എനിക്കിപ്പോൾ നടക്കൂല അറിഞ്ഞുകൊണ്ട് വന്നതാണ്. നമ്മളപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ അനുഗ്രഹിച്ച്. ശരി. അല്ലല്ല ഞാനത് വീഡിയോ പറഞ്ഞിട്ടുണ്ടായി. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല അത് അപ്പോൾ എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ പറഞ്ഞു അല്ല അത് വേറൊരു കോമഡി ഉണ്ട്. ഇവർക്ക് കന്നഡ അറിയില്ലല്ലോ. അപ്പൊ എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരൻ പറഞ്ഞു അല്ല അവനും ഞാൻ പറഞ്ഞു കേട്ടാ ഞങ്ങളെ നാട്ടിൽ പെൺകുട്ടികൾ ആൺകുട്ടികൾ അങ്ങനെ മോശമെന്നല്ല, നിങ്ങൾ അതുകൊണ്ട് അയക്കാണ്ട് കേട്ടാ, ഞാനല്ല വേറെ ആരെങ്കിലും വന്നാൽ നിങ്ങൾ അയക്കണം എന്നല്ല പറയും. എൻ്റെ കൂടെയുള്ള ആള് പറഞ്ഞു എടാ നീ എന്തിനാ ഇത് പറയുന്നത്, അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഇനി ഞാൻ നാട്ടിൽ വരുമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അവരോട്. അത് ഞാൻ മലയാളത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ രാജുവാട്ടിനോട് ഇതൊന്ന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, ഇനി വരുമൊന്നുമില്ലല്ലോ. എന്നിട്ട് പുള്ളിയോട് പറഞ്ഞു ഇവരെല്ലാം പടം കയറിപ്പോയിനെ അവളെ അമ്മയും അമ്മ തന്നെ. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞത്. അന്നേരം സംസാരിച്ചത് നിങ്ങളിപ്പോൾ പറഞ്ഞ അങ്ങനെ പഠിച്ചു വെച്ചിട്ടൊന്നല്ല, ഞാൻ ഉള്ളിൽ നിന്ന് അങ്ങനെ പറഞ്ഞതാണ്. കാരണം അത്ര വിഷമമുണ്ടായിരുന്നു അത്. കാരണം നമ്മൾ അധ്വാനിച്ച് നാട്ടിലൊരു ബസ് പണിയെല്ലാം എടുത്തൊരു വീട്ടിലെടുത്തൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് പെൺകുട്ടികളൊക്കെ എന്തോ നമുക്ക് ഓരോ വീട്ടിലെല്ലാം കയറ്റി പെണ്ണാലോചിച്ചിട്ട് വരുമ്പോൾ എൻ്റെ പണി അത് ആരെങ്കിലും ഇപ്പോൾ പെണ്ണാലി നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ആരെ കാണുന്നവരാരെങ്കിലും പെണ്ണാലോചിച്ച് പോകുന്നുണ്ട്, അവർക്കറിയാം എൻ്റെ വിഷമം. അതൊരു നമ്മളൊരു ജീവിതം നമുക്കൊരു കുടുംബജീവിതത്തിൽ ആഗ്രഹിച്ചു പോകുന്നതല്ലേ. അപ്പോൾ നമുക്കത് അവർ തീർത്തും നമ്മൾക്ക് ഭയങ്കര വിഷമം നേരത്തിലുള്ള പെരുമാറ്റം ഭയങ്കര വിഷമമല്ലേ. അങ്ങനെയുള്ള വിഷമം ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലായി. ലാസ്റ്റ് ആയി പറഞ്ഞു നിർത്തും. പക്ഷെ ചേച്ചി ആലോചിച്ച് എപ്പോഴെങ്കിലും ചേട്ടന് കേട്ടേണ്ടി വരുന്നു? ഇല്ല ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അല്ല അവൾ എന്നെ പറഞ്ഞതല്ലേ പറഞ്ഞേ, ഞാൻ അങ്ങനെയൊന്നും അത് പിന്നെയാണ്
തന്നെയാണ്. പക്ഷെ വീട്ടിലുള്ള ഞാൻ വെയിറ്റ് ചെയ്തോ ഒരു വർഷം കാത്തു. ഒരു വർഷം വെയിറ്റ് ചെയ്തു, ഇത് തന്നെ വേണമെന്ന്. ഇല്ല അങ്ങനെയല്ല, പിന്നെ എനിക്ക് വേറെ പെണ്ണ് കിട്ടണ്ടേ, വീട്ടിലുള്ള ഞാൻ അന്വേഷിക്കുന്നുണ്ട് നാട്ടില്. ഇല്ല പിന്നെ അന്വേഷിച്ചില്ല, അവിടെ വെച്ചിട്ട് അന്വേഷണം നിർത്തി. ഇനി ഞാൻ ഇപ്പൊ ഇല്ല. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും നിനക്കുള്ള തേടിയും ഉണ്ടാവും, നിനക്കുള്ള തേടി ഉണ്ടാവും. എന്നാലും ഞാൻ കുറെ കഥ എഴുതിന് കേട്ടാ. ആ കഥയെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതെന്നേരം അവര് വിചാരിച്ചു ചെയ്തല്ല. അല്ല ഉടനെ ആ സീരീസ് ഒന്നും ഇറങ്ങും. അതെ അതെ, ആ ഒരു സിനിമ വരെ ഇറങ്ങാൻ എൻ്റെ കേട്ടാ, സത്യം. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കല്യാണം നടന്നത് അല്ലേ? ശരിക്കും ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, വിഷമോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അത് വിഷമിക്കാനില്ല, നമ്മളെ കണ്ടാൽ തന്നെ അറിയില്ലേ അല്ലേ? അല്ല സുന്ദരനല്ല, സുന്ദരം ഓരോ സൗന്ദര്യം അറിയാം. അതല്ല നല്ലൊരാളെ കിട്ടാൻ അതന്നെ. ശരിക്കും ആ ഡയലോഗിലാണ് വീണത് ചേട്ടാ. അത് അല്ല ഇവക്ക് മനസ്സിലായില്ലതോ അല്ലേ കവി? ഇവക്കത് മനസ്സിലായിട്ടില്ലെന്നോ? കേട്ടോ, പുള്ളിക്ക് നല്ല അടിപൊളി അറിയാല്ലേ? അടിപൊളിയാണ് അവര്, നല്ല ഇതാണ്. അവരിപ്പോ ഏട്ടനെ നമ്മള് ഫസ്റ്റ് പോകുമ്പോ എങ്ങനെയാണോ അത് തന്നെയാണ് ഇവളെ ഏട്ടന്മാർ നമ്മളിപ്പോ ലാസ്റ്റ് പോകുമ്പോ എന്നുവെച്ചാൽ അന്ന് എങ്ങനെയാണോ സ്വീകരിച്ചിന് അതിന്റെ അതങ്ങനെയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കെല്ലാം തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോ വേറൊരാളെ വീട്ടിലെല്ലാം പോയി നിൽക്കുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. എല്ലാവരും വീട്ടിൽ പോലെ ചിലപ്പോൾ എടുക്കല്ലേ എന്ന് പറയും, അല്ലെങ്കിൽ അവർക്ക് അതൊരു കംഫർട്ടായിട്ട് തോന്നൂല, അങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അന്നുപോലെ എന്നോട് ബാളിയാ നമുക്ക് ഇതൊരു വീഡിയോ എടുക്കണ്ടേ, എന്നിട്ട് അന്നെ എല്ലായിടത്തും കൊണ്ടുപോകാം. ഇത് എനിക്ക് ചാനൽ തുടങ്ങിയ പാട് ആരും ഇല്ലാത്ത സമയത്ത്, ചെറിയ 500 ആളെല്ലാം ഉള്ള സമയത്തും പുള്ളി എന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് എല്ലായിടത്തും ഒരുപാട് എടുക്കേണ്ടി പുള്ളി എന്നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായി നന്നായി. അപ്പൊ ഇപ്പോൾ അതന്നെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പോയാലും നല്ലതാണ്. ഇവിടെ വിത്ത് വന്നതിനാണ് ഇപ്പൊ അടുത്ത് എടുത്തത്. അമ്മ അങ്ങനെ അമ്മ അങ്ങനെ തന്നെ. നല്ല മനസ്സ്. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ വീട്ടുകാർക്ക് ആർക്കും മലയാളം അറിയില്ല അല്ല? എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടായിരുന്നു പഠിച്ചെടുക്കാൻ? അല്ല ആ സമയത്തില്ലേ ഇവരെല്ലാം ശരിക്കും കന്നഡ തന്നെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്നുണ്ട്, മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ കുറച്ച് സമയം നമ്മൾ മൂത്ത് നോക്കിയിരുന്നില്ല നേരത്തെ, അതുപോലെ തന്നെയായിരുന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതോടായിട്ട് ചേച്ചി അങ്ങ് പൊരുത്തപ്പെട്ടു ഇല്ലേ? കുറച്ച് ആദ്യമല്ല നമ്മളങ്ങനെ ഈ സാധനങ്ങള്, വീട്ടിലെ കുറച്ച് സാധനങ്ങള് വേണമെന്ന് പറഞ്ഞപ്പോ അല്ല, ഇവിടുത്തെയും പേരും അവിടുത്തെ പേരും മാറ്റാണ് നമ്മൾ പറയുന്നത്. അതെ, ഈ സാധനങ്ങൾ നമ്മൾ സാധാരണ ഇത് കുക്ക് ചെയ്യൂലേ, അപ്പൊ ഈ പാത്രങ്ങളില് സാധാരണ തിരിച്ചറിയാൻ പണിയുന്നു. അമ്മ ഇപ്പൊ കാസർ എടുക്ക് പറയുമ്പോ എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. അറിയില്ല കസറ് അരി കഴുകണ്ടേ, അളക്കണ്ടേ, കേരളത്തിലേക്കും അറിയില്ല. പിന്നെ കർണാടക കാസറ് പറഞ്ഞാൽ നമ്മൾ അളക്കുന്നില്ലേ ചോറിന്റെ, നമ്മൾ അരി എടുക്കുന്നില്ലേ, അതിന്റെ കിണ്ണം, കിണ്ണം നമ്മ പറയുമ്പോ കിണ്ണെന്ന് പറയുമ്പോ എനിക്ക് കിണ്ണില്ല, കൊണ്ടുകൊണ്ടാന്ന് പറയാ. അങ്ങനെ ഇങ്ങനെ കുറച്ച് അടുക്കള ചോദിച്ചേട്ടാ എന്താ എനിക്ക് പറയണമെന്ന് അറിയില്ല. കാരണം ഇവര് പറയുന്നത് പകുതി എനിക്ക് മീൻസ് വാക്കുകൾ മനസ്സിലായില്ല. കാരണം നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ അവിടെയൊക്കെ അതിന് അതല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ആദ്യം പ്രശ്നം. എത്ര നാളെടുത്ത് ചേച്ചി പഠിച്ച് എടുക്കാൻ വേണ്ടി? അത്ര കുറെ സമയം എടുത്തിട്ടില്ല, കുറച്ച് ഇങ്ങനെ ഇന്നത് അപ്പൊ മനസ്സിലാക്കും. ഞാൻ ഇങ്ങനെ പോയി കണ്ടപ്പോ തന്നെ എന്നോട് പറഞ്ഞ ആ ഭാഷ എനക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല മോളെ. അതേപോലെ തന്നെ പിന്നീട് വന്നിട്ടും ഓരോന്ന് പറയുന്നത് എനക്ക് മനസ്സിലാകുന്നുണ്ട് മലയാളം. നമുക്ക് ഭാഷ അറിയില്ല, നമ്മൾ കുറച്ചല്ലേ സംസാരിക്കൂ, അപ്പൊ മനസ്സിലാവും നമുക്ക്. അതെ, പക്ഷെ എങ്ങനെ ബിജുചേട്ടന് ഇങ്ങനെ പ്രാർത്ഥനയിലാണ് കല്യാണം നടന്നത് അല്ല ബിജുചേട്ടാ? അങ്ങനെ പറയാ, വഴിപാടൊക്കെ നടത്തി കല്യാണം നടത്തി. അതെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ഋതുക്കുട്ടനടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഈ ആദ്യം വീഡിയോ എടുക്കാൻ വിളിച്ചല്ലോ, അപ്പൊ ഋതുക്കുട്ടന് എന്താ ഇഷ്ടമുണ്ടായിരുന്നു പോവാൻ? ആരാ ഇതിൽ ആദ്യം വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞാരാ? എല്ലാരും നടന്ന നടികളൊക്കെയാണ് അല്ലേ? ചെറുതായിട്ട് ഋതുക്കുട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള ഇതിൽ അഭിനയിക്കുന്നതിൽ ആരാ ഇഷ്ടം? ആരാ ഋതുക്കുട്ട? അമ്മ അഭിനയ അച്ഛൻ ജീവിക്കണം അല്ലേ? അച്ഛനങ്ങനെ അധികം ക്യാമറ നമ്മള് ഞാനൊക്കെ ഇത് ചെയ്യാനല്ല ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞമ്മളിപ്പോ ഇവരെ വെച്ചിട്ടല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനക്ക് എന്റെ റോള് വന്നു കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ക്യാമറ വെച്ച് ചെയ്യും പാട് സമയം എടുക്കും. ഋതുക്കുട്ടർക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 8 വയസ്സായി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സുകാരൻ തന്നെ ഒരു എന്താ പറയാ ഒരു ആക്ടറാണ്. അഭിനയിക്കാനൊക്കെ മോന് ഭയങ്കര ഇഷ്ടമാണോ?
ആണ്. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമല്ല. അപ്പൊ നമുക്കൊരു ഷോർട്സ് എടുത്തുതരാം. ഇഷ്ടമാണ്. ഓടിക്കളിയാ ഇഷ്ടമാണ്. നമ്മളിപ്പോ മുമ്പ് പറയുന്ന കേട്ടോ, നമ്മൾ ഷോർട്സ് എടുക്കുന്ന ഓടുകയാ. അന്ന് അങ്ങനെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കാമണിക്ക് വേണ്ടി ഇവനെവിടെയെങ്കിലും ഒരു പിടിച്ചോണ്ടിരുന്നു, വിളിച്ച് വാടാ വന്നിട്ട് വിളിച്ചോണ്ടിരുന്നു. അല്ലല്ല, അവന് കുട്ടികളല്ലേ, അവര് കളിക്കുന്നില്ല. നമ്മൾ അതിനുകൊണ്ട് ആ സമയത്ത് എടുക്കില്ല. അവനെപ്പോ ഫ്രീ ആയിട്ട് അങ്ങനെ കളിച്ചു വന്നതിന് ശേഷം അവന്റെ സമയം നോക്കിയിട്ട് നമ്മൾ എടുക്കല്ലോ. അവൻ നോട്ട് ചെയ്യാൻ അപ്പൊ അവനോട് സ്റ്റാർ ആണ്, അവൻ സമയം നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? ആണ്. ഓക്കെ. ചേച്ചി ആദ്യം കുക്ക് ചെയ്തപ്പോ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അമ്മ ഇങ്ങനെ കുക്ക് ചെയ്ത് തരുന്ന ഫുഡൊക്കെ അങ്ങനെ ആദ്യം എങ്ങനെയായിരുന്നു? കാരണം എന്റെ ഒരു ഡിഫറെന്റ് ആയിരുന്നല്ലേ രണ്ട് സ്ഥലത്തെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എനിക്ക് ആദ്യം വെക്കാനെല്ലാം അറിയാം. അന്നൊന്നും ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടാ വന്നത്. പക്ഷെ എനിക്ക് ഈ സാധനത്തിന്റെ പേരിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന്. അപ്പൊ പിന്നെ നമ്മളങ്ങ് വെച്ചാല് കുറെ ആള് നിക്കലുണ്ട്. എന്നാലും നമ്മുടെ ഏട്ടന്മാര്, അച്ഛനും, അമ്മ, ഞാന്, അപ്പൊ ഒരു വലിയൊരു കുടുംബമാണ് ഒരു വീട്ടില്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് കുറച്ച് ഭക്ഷണങ്ങള് കുറച്ച് അധികമല്ലേ വേണ്ടേ. അപ്പൊ ഇവിടെ വന്നേരം അത് നേരെ ചുരുങ്ങി 4 ആയി. 8 ആളുണ്ടെങ്കിൽ അവിടെ 4 ആളായി ഇവിടെ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ഇതില് ഒരു മുറി തേങ്ങ, ഇവിടെ കുറച്ച് തേങ്ങ വേണ്ടു, പക്ഷെ ഞാൻ ആദ്യത്തെ ഇതിൽ ഒരു 1.5 മുറി തേങ്ങ ചേർക്കും, അരച്ച് വലിയ ചട്ടിയിൽ കറി വെക്കും. അമ്മ പറയും ഇത് എത്ര ദിവസത്തിന് വേണ്ടിട്ടാ കറി വെക്കുന്നത് ചോദിക്കും. അപ്പൊ ആ ഒരു അളവിന്റെ കുറച്ച് മാറ്റം. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറികളാണ്. ആ സമയത്ത് തേങ്ങ ആണല്ലേ, തേങ്ങ ഇല്ലാത്ത സമയം പിന്നെ നമ്മക്ക് മോളെ ഒരു തരം സാമ്പാറേ ഉള്ളൂ നമുക്ക്. ഇവക്ക് കൊറേ തരം സാമ്പാറുണ്ട്. വെച്ചാല് കടലക്ക ഇട്ടിട്ട് സാമ്പാർ വെക്കോ, ചെറുപയറിട്ടിട്ട് സാമ്പാർ വെക്കോ, പരിപ്പിട്ടിട്ട് സാമ്പാർ വെക്കോ, അങ്ങനെ പല 2-3-4 തരത്തിലുള്ള സാമ്പാർ ഉണ്ടാക്കോളൂ. പക്ഷെങ്കില് നല്ല 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 രുചിയുണ്ട് കൂട്ടാൻ. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാമ്പാർ ഏതാ? അത് കടലക്ക സാമ്പാർ വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. കടലക്ക സാമ്പാർ എനിക്ക് ഇഷ്ടം. അങ്ങനെ വെക്കറ മോളെ, കൊറേ നാള് കൂടുമ്പോ ഞാൻ പറയും അങ്ങനെ വെക്കറ മോളെ. ഇഷ്ടം പോലെ കൂട്ടാനും ഉണ്ടാവും. 2 ദിവസത്തേക്ക് ഉണ്ടാവും കൂട്ടെ. ദോശക്ക് കൂട്ടു, ചോറ്റിന് കൂട്ടു, അങ്ങനെ. ഇപ്പൊ അത് കുറെ നാളായി ഒന്നും വെക്കലല്ലേ സാമ്പാറൊന്നും. ചേച്ചി ഉണ്ടാക്കി തരുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്? എനിക്കെല്ലാം ഇഷ്ടമാണ്, അങ്ങനെയൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, അവരുടെ നാട്ടില് കുറച്ച് മസാല കുറച്ച് അധികമല്ലോ. അല്ലെങ്കിൽ നമ്മളെ വീട്ടില് നമ്മളെ ആദ്യമേ അമ്മ നമ്മളെ പഠിപ്പിച്ചതെന്ന് വെച്ചാലേ, നമ്മളെ ചേച്ചി പറയാലും എല്ലാവരും നമ്മളാ സമയത്ത് നമുക്ക് നാട്ടില് വെള്ളരിക്കയാണ് അധികം കിട്ടുക. വെള്ളരിക്കയില്ലേ, വെള്ളരിക്ക നമ്മളെ നാട്ടിലെല്ലാവരും കൃഷി ചെയ്യും. അപ്പോൾ അത് കുറേ കാലത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിലെപ്പോൾ ഈ വെള്ളരിക്ക കറി, വെള്ളരിക്കനെ കൊണ്ട് പുളിങ്കറി അല്ലെങ്കിൽ ഓലൻ പുളിങ്കറി. അപ്പൊ നമ്മൾക്ക് അന്നേരം അങ്ങനെ കറീൻ്റെ അകത്തൊന്നുമില്ല, എല്ലാ ദിവസവും ഇതന്നെ ഉണ്ടാവുക. അപ്പൊ പിന്നെ നമുക്കതിൽ ചോയ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പം അതൊക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഇങ്ങനെ ഇടലും ഇങ്ങനെ നമുക്ക് ഏത് കിട്ടിയാലും നമുക്കത് ഭയങ്കര കറി തന്നെയാണ്. കറി പറയാ വെച്ചാല് മോളെ, കറി ഒന്നും മോളെ ഇന്നൊന്നും കറി ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞാല് ഒരിത്തിരി തേങ്ങ, ചുവന്ന ഉള്ളി, സവാള ഉള്ളിയും കൂട്ടി, ഏശപ്പുളിയും കൂട്ടി, പറങ്കി മുളക് വാട്ടിയിട്ട് ഒരു സമ്മന്തി അരച്ചു കൊടുത്താല് ഒരു ഷാഡ്യോ ഇന്ന് വരെ എന്റെ മോനില്ല. പണ്ട് ഇത്ര പോരാകുമ്പോ മുതൽ ചെയ്യാൻ കൊടുക്കുന്ന ഭക്ഷണം അത് ഇന്ന് കൊടുത്താലും ഒരു ഷാഡ്യോ ഇല്ല. വേണമെങ്കിൽ വേണ്ടുന്നത് തിന്നിട്ട് അവനങ്ങനെ പോകും. അവനെ അനക്ക് ഒരു പ്രയാസം നമുക്ക് അന്ന് കിട്ടുന്നതിനൊക്കെ എത്ര സൗകര്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്ല എല്ലാവർക്കും ഉള്ളത്. അപ്പൊ പിന്നെ നമ്മളതില് ഇതെല്ലാം ഇന്നും ആ സമ്മന്തി തന്നെ സമ്മന്തിയേ ഉള്ളൂ. ആ മതിയമ്മേ അങ്ങനെ. ശരിക്കും വീഡിയോയില് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് തന്നെയാണല്ലേ അമ്മേ? അല്ലേ? ശരിക്കും ഒറിജിനൽ കണ്ടന്റ് തന്നെയാണ് നിങ്ങളെ വീഡിയോ. നമ്മളെ എടുക്കുന്ന വീഡിയോന്റെ വ്ളോഗിൽ നമ്മള് അവരൊന്നും പറയാൻ നോക്കും. ഞാൻ ഒരു മിനിറ്റ് പറയില്ല, അതിന്റെ ഓഡിയോ ക്യാമറ എടുക്കലിന് അധികം. ഇന്നിപ്പോ അവിടെ 2 ചേമ്പ് വരട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓലം വെക്കാം മോനെ, ഓലം കറി വെക്കാം, അമ്മേന്റെ പണ്ടത്തെ ഓലം വെക്കാം പറഞ്ഞതിനെ കൊണ്ട് ഒരു ചക്കക്കുരു എല്ലാം ഇട്ട് അതിനെ കൊണ്ട് ഉള്ളിയെല്ലാം വറുത്തിട്ട് നല്ലൊരു ഓലനാക്കി. അപ്പൊ അത് നല്ല രുചിയുണ്ടാവും കൂട്ടെ. ഇനി അതിന്റെ കൂടെ ഇവന് പണ്ടത്തെ സമ്മന്തി ഉണ്ടല്ലോ,
അത് ലേശം പൊടിച്ചു കൊടുക്കും. ഇപ്പൊ അനക്കായിട്ട് വെക്കുന്നതല്ലേ അവനുണ്ടോളൂ. മത്സ്യം വേണം, ഇവര് വേണം എല്ലാ മത്സ്യം. എന്നെ മത്സ്യം കൊണ്ട് പോകണം. വേണം. അന്ന് ഇന്നും അന്ന് മീൻ കൊണ്ടല്ല, മത്സ്യം കൊണ്ടല്ല. അത് ഇതൊക്കെ പൊരിച്ചിട്ട് കിട്ടിയാലും മതി. ഋതുക്കുട്ടിന് കന്നഡയ്ക്ക് അറിയോ? അമ്മ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. എന്താ ചേച്ചി പഠിപ്പിക്കാത്ത കന്നഡയ്ക്ക്? അത് അവളെ മറന്നുപോയി. നിങ്ങൾ മലയാളത്തിന്റെ പുത്രി ആയിപ്പോ അല്ലേ? ഇവിടെ കന്നഡ സംസാരിക്കാൻ ഒരാള് വേണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരാളും കൂടി ഉണ്ടാവാന്ന് അവര് സംസാരിക്കാനും വല്ല ഒരു ഇതുണ്ടാവും. ഇവിടെ പോകുമ്പോ എല്ലാം മലയാളം, എല്ലാരും മലയാളമായി. പിന്നെ ഞാനും ഇടയ്ക്ക് എല്ലാവരും അങ്ങനെ ഇവള് നല്ല മലയാളായ. എന്റെ അടുക്കും മലയാളം തന്നെയായി. പിന്നെ ഞാൻ കന്നഡ ഒന്നും സംസാരിക്കാൻ. പൊന്നമ്മ കുറച്ചു നാൾ ഇവിടെ വന്ന് നിന്നിനെ നമ്മളെ ഇവിടെ. നല്ല ഇതാണ് വിഷയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനസ്സാണ് ആദ്യമേ. ഞങ്ങള് രണ്ടാളും എടുത്തിയ അനിയത്തിയും പോലെയാണ്. നല്ല ഇതാണ് എനിക്കിഷ്ടം. അവിടെ എല്ലാരും ആങ്ങളമാരും എല്ലാം നല്ല കുട്ടികളാണ്, നല്ല സ്വഭാവക്കാരാണ്. ഇപ്പോ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോ കവിതേനെ മാത്രമല്ല നമ്മളെല്ലാരെയും വീട്ടിലെ അന്വേഷണം അറിയും, അവർക്ക് അറിയണം. അപ്പൊ ഈ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇപ്പം 50 മേലെ 53 ആയിട്ടുണ്ടാവും അല്ലേ? 53 ആയിട്ടുണ്ട്. അപ്പം 100 എത്തുമ്പോൾ ഞാൻ വീണ്ടും വരും ഇന്റർവ്യൂ എടുക്കാൻ. കാരണം ഇതില് നമ്മൾ സെയിമില് അല്ലെ റെഡ് കളർ വരുന്നതല്ലേ? അടുത്ത എനിക്ക് അവര് പറഞ്ഞു തന്നു, കാണിച്ചു തന്നു. ഇങ്ങനെ ഈ റെഡ് ഇതിന്റെ തന്നെ റെഡ് ഉണ്ടാവും. കാരണം ആ ഒരു ഇപ്പൊ നമ്മൾ കാണിച്ച ആ ഒരു എന്താ പറയുക, നമ്മളല്ല, നമ്മളെ ആരെങ്കിലും നമ്മളെ കേരളത്തിൽ തന്നെ ഇതിന്റെ റെഡും കൂടി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും ആരായാലും ശരി ആയിരിക്കും കഴിഞ്ഞിട്ട് നമ്മൾ ആടെ തന്നെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അതെന്തായാലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവരാ, എല്ലാരും കഷ്ടപ്പെട്ട് വന്നവരാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ ചേച്ചിക്ക് ടയേർഡായിട്ട് ഇരിക്കായിരിക്കും അത് പിടിച്ചു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടാളും അമ്മക്ക് കഴിയുന്നില്ല. പിന്നെ അമ്മ നല്ലോണം ഭർത്താൻ പറയുന്നില്ല. കവിക്ക് രാവിലെ കറുത്താ കവി ഇന്ന്. പക്ഷെ അമ്മ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഉഷാറാണെന്ന്. എന്നെ കണ്ടപ്പോ അമ്മ ഉഷാറായി. എനിക്ക് കുറച്ച് ഉഷാറ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. അമ്മക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? അഭിനയിക്കാൻ മോൻ ഒരു കഥ പറഞ്ഞു തന്നാ ഞാനത് അഭിനയിച്ചു ചെയ്യും. അതേപോലെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ? സിനിമയിലെല്ലാം ഇഷ്ടമായിരുന്നു മോളെ. ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് ആ കൈയില്ല, തടിക്ക് ക്ഷീണം പിടിച്ചു പോയി. അതെന്ന് പറഞ്ഞാലേ അമ്മേനെ വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റട്ടെ, അമ്മേനെ എല്ലാരെയും കാണാൻ പറ്റട്ടെ, കൂട്ടരെയും കാണാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ 100K അല്ല 100 ബില്യൺ അടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.